ഹലോ വിദ്യാർത്ഥികളെ, ഫില്ലറ്റ് വെൽഡ് 2F വഴി ഹൊറിസോണ്ടൽ പൊസിഷനിൽ 3 മില്ലിമീറ്റർ കട്ടിയുള്ള മൈൽഡ് സ്റ്റീൽ ഷീറ്റിലെ കോർണർ എങ്ങനെ ജോയിന്റ് ചെയ്യാം എന്ന വിഷയത്തിലേക്ക് സ്വാഗതം. ഈ പരിശീലനത്തിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും ഡ്രോയിങ് അനുസരിച്ച് വലുപ്പത്തിൽ പ്ലേറ്റ് കഷ്ണങ്ങൾ തയ്യാറാക്കുക. കോർണർ ജോയിന്റായി പ്ലേറ്റുകൾ അലൈൻമെന്റിൽ സജ്ജീകരിച്ച് വെൽഡ് ചെയ്യുക. വെൽഡിങ്ങിനായി കോർണർ ജോയിന്റ് തിരശ്ചീന സ്ഥാനത്ത് സജ്ജമാക്കുക. ഉചിതമായ അളവിൽ ഫില്ലർ മെറ്റൽ ഉപയോഗിച്ച് ബീഡ് നിക്ഷേപിക്കുക. വെൽഡിലും ബീഡ് രൂപത്തിലും ഉപരിതല വൈകല്യങ്ങൾ വൃത്തിയായി പരിശോധിക്കുക. ഈ ടോപ്പിക്കിൽ നിരവധി എക്യുപ്മെന്റുകളുടെ ഉപയോഗം ഉൾപ്പെടുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന പ്രധാന എക്യുപ്മെന്റുകൾ ഇതാ: സ്റ്റീൽ റൂൾ, ലൈറ്റർ, വയർ ബ്രഷ്, ഹാൻഡ് ഗ്രൈൻഡർ, basted file, second cut file, tri-square, leather apron, leather hand gloves, leg guard, safety shoes, welding helmet, safety goggles, chipping hammer, welding screen, MIG welding set, carbon dioxide gas cylinder, filler wire feeder, MIG welding torch. Process: സംരക്ഷിക്കപ്പെടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ഡ്രോയിങ് അനുസരിച്ച് ഷീറ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് ഷീറ്റ് മുറിക്കുക. സ്ക്വയറിലേക്ക് ഷീറ്റിന്റെ അറ്റങ്ങൾ ഗ്രൈൻഡ് ചെയ്ത് ഫയൽ ചെയ്യുക. കാർബൺ സ്റ്റീൽ വയർ ബ്രഷും ഫയലിംഗും ഉപയോഗിച്ച് പ്ലേറ്റുകളുടെ സർഫസ് ഡിബർ ചെയ്യുക. ഫ്ലാറ്റ് പൊസിഷനിൽ നിർദ്ദിഷ്ട റൂട്ട് വിടവോടെ 90 ഡിഗ്രിയിൽ കോർണർ ജോയിന്റ് രൂപത്തിൽ പ്ലേറ്റ് സെറ്റ് ചെയ്യുക. മെഷീന്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ടോർച്ച് ബന്ധിപ്പിക്കുക. കറന്റ് 90, 100 ആംപെയറുകൾ. അനുബന്ധ വയർ ഫീൽഡിംഗ് നിരക്ക് 19 മുതൽ 20 വരെ ആർക്ക് വോൾട്ടേജായി സെറ്റ് ചെയ്യുക. ഡിപ്പ് ട്രാൻസ്ഫർ മോഡ് ഉപയോഗിച്ച് റൂട്ട് റൺ നിക്ഷേപിക്കുക. കോർണർ ജോയിന്റിന്റെ രണ്ടറ്റത്തും ടാക്ക് വെൽഡ്, മിനിറ്റ് 10 mm നീളം. ടാക്ക് വെൽഡഡ് ജോബ് ഹൊറിസോണ്ടൽ പൊസിഷനിൽ സൂക്ഷിക്കുക. 0.8 mm ഡയമീറ്റർ ഉപയോഗിച്ച് കോർണർ ജോയിന്റ് വെൽഡ് ചെയ്യുക. മൃദുവായ സ്റ്റീൽ ഫില്ലർ വയർ, സ്ട്രിംഗർ ബീഡ് വെൽഡിംഗ് ടെക്നിക്സ് ഉപയോഗിക്കുന്നു. കീ ഹോൾ രൂപീകരിച്ച് ജോയിന്റിൽ റൂട്ട് റൺ നിക്ഷേപിക്കുകയും പ്ലേറ്റുകളുടെ പൂർണ്ണമായ നുഴഞ്ഞുകയറ്റവും സംയോജനവും നേടുകയും ചെയ്യുന്നു. വയർ ബ്രഷ് ഉപയോഗിച്ച് ബീഡ് വൃത്തിയാക്കുക. അണ്ടർകട്ട്
പോറോസിറ്റി, അസമമായ ബീഡ് രൂപീകരണം, പ്ലേറ്റിന്റെ എഡ്ജുകൾ മെൽറ്റഡ് ഓഫ്, ഡിസ്റ്റോർഷൻ, നല്ല ബീഡ് പ്രൊഫൈൽ എന്നിവയ്ക്കായി വെൽഡ് ചെയ്ത ജോയിന്റ് ചെക്ക് ചെയ്യുക. ഡ്രോയിംഗ് അനുസരിച്ച് വലുപ്പത്തിൽ പ്ലേറ്റ് കഷ്ണങ്ങൾ തയ്യാറാക്കുക. കോർണർ ജോയിന്റായി പ്ലേറ്റുകൾ ക്രമീകരിക്കുക. വെൽഡ് ചെയ്യുക. വെൽഡിങ്ങിനായി കോർണർ ജോയിന്റ് തിരശ്ചീന സ്ഥാനത്ത് സജ്ജമാക്കുക. ഉചിതമായ അളവിൽ ഫില്ലർ മെറ്റൽ ഉപയോഗിച്ച് ബീഡ്സ് നിക്ഷേപിക്കുക. വൃത്തിയാക്കുക. ഉപരിതല വൈകല്യങ്ങൾ പരിശോധിക്കുക. വെൽഡും ബീഡും രൂപഭാവത്തിൽ. എല്ലാ ആശയങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് മറ്റൊരു അത്ഭുതകരമായ ആശയം കൊണ്ടുവരും. അതുവരെ സുരക്ഷിതരായിരിക്കും.